അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ നീക്കങ്ങളിൽ ഒന്നായിരുന്നു യുഎസിലുള്ള എല്ലാ അനധികൃത കുടിയേറ്റക്കാരെയും നാടുകടത്തുക എന്നത്. ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി അമേരിക്കയിൽ താമസിച്ചിരുന്ന 10,000-കണക്കിന് ആളുകളെ അമേരിക്ക ഇതിനോടകം നാടുകടത്തുകയും ചെയ്തു. ഈ വർഷം ജനുവരിക്ക് ശേഷം ഇതുവരെ 388 ഇന്ത്യക്കാരെയാണ് അമേരിക്കയിൽ നിന്നും നാടുകടത്തിയത്. നാടുകടത്തിയതിനേക്കാൾ ഉപരി ട്രംപ് ഭരണകൂടം അനധികൃത കുടിയേറ്റക്കാരോട് കാണിച്ച സമീപനമാണ് ലോകവ്യാപകമായി വിമർശന വിധേയമായത്. സൈനിക വിമാനത്തിൽ വിലങ്ങണിയിച്ച് തീർത്തും മനുഷ്യത്വരഹിതമായിട്ടാണ് അനധികൃത കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് തിരിച്ചയച്ചത്. മെച്ചപ്പെട്ട ഭാവി സ്വപ്നം കണ്ടാണ് പലരും നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ യുഎസിലെത്തിയത്. ആഗ്രഹിച്ചൊന്നും നേടാൻ കഴിയാതെ വിലങ്ങണിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് സമീപകാലത്ത് വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതും. ഇപ്പോഴിതാ നാടുകടത്തലിന്റെ മറ്റൊരു ക്രൂരമായ വശമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ അനാവരണം ചെയ്യുന്നത്. ഗുരുതരമായ ക്യാൻസർ ബാധിച്ച 4 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 3 കുട്ടികളെ നാടുകടത്തിയതായി CNN റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കുട്ടികളുടെ കുടുംബങ്ങളുടെ അഭിഭാഷകരെ ഉദ്ധരിച്ചാണ് CNNന്റെ റിപ്പോർട്ട്. ഈ കുട്ടികൾ അമേരിക്കൻ പൗരത്വം നേടിയവരുമാണ്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനാണ് കുടുംബത്തിനു വേണ്ടി കേസ് വാദിക്കുന്നത്. അമ്മയെയും 4ഉം 7ഉം വയസ്സുള്ള കുട്ടികളെയുമാണ് അമേരിക്കൻ ഭരണകൂടം നാടുകടത്തിയിരിക്കുന്നത്. മറ്റൊരു സംഭവത്തിൽ അമ്മയും 2 വയസ്സുള്ള കുട്ടിയും യുഎസിൽ നിന്ന് നാടുകടത്തി. മാതാപിതാക്കൾ അനധികൃത കുടിയേറ്റക്കാരാണെങ്കിലും കുട്ടികൾക്ക് യുഎസ് പൗരത്വം ലഭിച്ചിരുന്നു. അമ്മമാർക്ക് നിയമപരമായ രേഖകൾ ഇല്ലാത്തതുകൊണ്ടാണ് നാടുകടത്തലിന്റെ കാരണമായി പറയുന്നത്. ഇവരെ സൈനിക വിമാനത്തിൽ ഹോൺഡ്രാസിലേക്ക് കൊണ്ടുപോയതായും അഭിഭാഷകർ അറിയിച്ചു. ഗുരുതരവും അപൂർവവുമായ ക്യാൻസറാണ് കുട്ടിയെ ബാധിച്ചിട്ടുള്ളത്. ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലുള്ള കുട്ടിയുടെ ചികിത്സയും അനിശ്ചിതാവസ്ഥയിലാവുകയും ചെയ്തു. കുഞ്ഞിന്റെ ചികിത്സകൾ നടക്കുന്നതാവട്ടെ യുഎസിലും. 2023 ന്യൂ ഓർലൈൻസിൽ വെച്ചായിരുന്നു കുട്ടിയുടെ ജനനം. ന്യൂ ഓർലൈൻസിലെ പരിശോധനകൾക്കിടെയാണ് അമ്മയും 4 വയസ്സുള്ള കുട്ടിയും യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. നിയമോപദേശം തേടാൻ പോലും സാവകാശം നൽകാതെയാണ് അമ്മയും ക്യാൻസർ ബാധിച്ച കുട്ടിയും ഹോൺഡ്രാസിലേക്ക് നാടുകടത്തിയത്. സ്ത്രീകളെയും അവരുടെ പിഞ്ചുകുട്ടികളെയും നാടുകടത്തുന്നത് ക്രൂരമായ നടപടിയാണെന്ന് അഭിഭാഷകർ പറയുന്നു. ഈ കേസുകൾ അതിന്റെ ഒരു ഉദാഹരണമാണ്. കേസ് ഇപ്പോൾ ഫെഡറൽ കോടതിയുടെ പരിഗണനയിലും. കുടുംബത്തിന്റെ ഹർജിയിൽ ഫെഡറൽ കോടതി തുടർവാദം കേൾക്കും. മെയ് 16-നാണ് ഹർജിയിൽ വാദം കേൾക്കുക. Subscribe to One India and never miss an update.